കണ്ണൂരിൽ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ജൂനിയർ സൂപ്രണ്ട് മഞ്ജിമ പി രാജുവിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 6000 രൂപ കൈക്കൂലി വാങ്ങിച്ചു. അതിനിടെ മഞ്ജിമ വിജിലൻസിന്റെ പിടിയിലായിരുന്നു. അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. കണ്ണൂരിൽ നിന്ന് അജീഷ്, വിവരങ്ങൾ. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ പാനൂർ പാറാട് സ്വദേശിയായിട്ടുള്ള തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ജൂനിയർ സൂപ്രണ്ടായിരുന്ന മഞ്ജിമ പി രാജുവിനെ വിജിലൻസ് പിടികൂടിയത്. ഈ നാട്ടിൽ വന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുവാനായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വിജിലൻസ് പിടികൂടിയത്. പരശ്ശിനിക്കടവ് സ്വദേശിനിയിൽ നിന്ന് 6000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഈ സംഭവം. അതിനുശേഷം അറസ്റ്റ് ചെയ്ത് ഈ മഞ്ജിമ പി രാജുവിനെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ കണ്ണൂർ വനിതാ സബ് ജയിലിലാണ് മഞ്ജിമ പി രാജു ഉള്ളത്. അതിനുശേഷം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജി വിനോദ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർ അറിയണം, ഒരു ഇത്തിരി ആർഭാടമൊക്കെ ആകാൻ വേണ്ടി സർക്കാർ ജോലിയിൽ ഇരുന്നുകൊണ്ട് കൈക്കൂലി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന ഇരുമ്പഴികളാകും എന്ന കാര്യം സംശയിച്ചുകൂടാ. അങ്ങനെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഡിജിറ്റൽ ലോകത്ത് പിടിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ ഒരിക്കൽ നമ്മളിങ്ങനെ കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ എപ്പോഴും ഇത്തരം കള്ളത്തരങ്ങൾ കാണിക്കാനുള്ള ത്വര നമുക്ക് കൂടുകയും ചെയ്യും. കാരണം സംഭവം ലാഭകരമാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.